ഇതാണ് എൻ്റെ ഫാദറിൻ്റെ പേര് PM ജോൺ, 85 വയസ്സുണ്ട്. അപ്പച്ചൻ്റെ ജീവിതത്തിലെ ഈ പിന്നെ അനുഭവങ്ങളെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പച്ചൻ്റെ പിന്നെ എത്ര ചേട്ടനിമാരുണ്ട്? അപ്പച്ചൻ്റെ ഫാദറിൻ്റെ പേരെന്താണ്? ഫാദറിന്റെ പേര് മത്തായി. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ശോശാമ്മ. ഓക്കെ. എത്ര സഹോദരങ്ങളുണ്ട് അപ്പച്ചന്? അപ്പത്തിന് 4 സഹോദരികളും 3 സഹോദരന്മാരും. 2 സഹോദരന്മാർ വേറെ അപ്പത്തെ കൂടാതെ. അല്ല അപ്പച്ചന് വല്യപ്പച്ചന്റെ കാര്യമില്ല. അപ്പച്ചന് എത്ര സഹോദരന്മാരുണ്ട്? എനിക്കോ? എനിക്ക് 4 സഹോദരന്മാര്, 2 പെങ്ങന്മാര്. അങ്ങനെ 6 പേരായിരുന്നു. 6 പേരുണ്ട് സഹോദരങ്ങളും സഹോദരമായിട്ട് അല്ലേ? ഓക്കെ. അതിൽ എത്ര പേര് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്? ഇപ്പൊ 3 പേര്. മറ്റുള്ളവർ മരിച്ചുപോയി. പ്രായാധിക്യം കൊണ്ട് മരിച്ചുപോയി. അപ്പച്ചന് ചെറുപ്പകാലത്ത് അപ്പച്ചൻ എങ്ങനെയാണ് ജീവിച്ചു വന്നത്? അപ്പച്ചന് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? അതോ കൃഷിക്കാരനായിരുന്നോ? കൃഷിയാണ്. ചെറുപ്പകാലം തൊട്ടേ കൃഷിയാണ്. വലിയ ഫാദറിൻ്റെ കൂടെ കൃഷിക്കൊക്കെ പോകും. പാട്ടകൃഷിയും കിളയ്ക്കാനും ഒക്കെ ആയിട്ട് പോകും. പിന്നെ അങ്ങനെയാണ് ജീവിച്ച് വളർന്നു വന്നത്. പിന്നെ പഠിത്തം കഴിഞ്ഞ് പിന്നെന്തോ ചെയ്തു? 10ാം ക്ലാസ് പാസ്സായതാണോ? പാസ്സായില്ല. അതുകൊണ്ടാണ് ഈ കുഴപ്പമായത്. അത് ശരിയാ. കിളയ്ക്കാൻ പോയിട്ട് ഒന്നും നടന്നില്ല. ഇനി അപ്പച്ചന് എത്ര മക്കളുണ്ട്? അപ്പച്ചന് എത്ര മക്കളുണ്ട്? കേക്കാമോ? എനിക്ക് 3 പേര്. എത്ര പെൺപിള്ളേര്, എത്ര ആൺപിള്ളേർ? 2 പെണ്ണും 1 ആണും. 2 പെണ്ണും. അവരെയൊക്കെ കെട്ടിച്ചു വിട്ടോ? കെട്ടിച്ചു വിട്ടു. മൂത്താളെ എവിടെ കെട്ടിച്ചു വിട്ടേക്കുന്നത്? ആര്യങ്കാവ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 പേര്. അവര് ജോലിയൊക്കെ ഉണ്ടോ? 2 പേർക്ക് ഇപ്പൊ ജോലിയുണ്ട്. ഇപ്പൊ ജോലിയുണ്ട്. ഗൾഫിലാണോ അതോ നാട്ടിലാണോ? ഗൾഫില്. രണ്ടാമത്തെ മോളാണോ? രണ്ടാമത്തെ മോള്. രണ്ടാമത്തെ മോക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. അവരെന്തോ പഠിക്കുവാന്നോ ജോലിയാണോ? 2 പേർക്ക് ഇപ്പൊ ചെറിയ ജോലിയുണ്ട്. പഠിത്തമൊക്കെ കഴിഞ്ഞവരാണ്. അവര് കഴിവനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. അവര് ഇവിടെ അടുത്താണോ കെട്ടിച്ചേക്കുന്നത് അതോ ദൂരെയാണോ? ഇവിടുന്ന് 5 കിലോമീറ്റർ അകലം. 5 കിലോമീറ്റർ. പിന്നുള്ള ആരാണ്? മോനാണ്. മോന് എത്ര മക്കളുണ്ട്? മോന് 3 പേര്. അവരെവിടാണ് ജോലി ചെയ്യുന്നത്? സൗദിയില്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ജീവിതത്തിൽ എന്താണ് പിന്നെ സന്തോഷമാണോ ദുഃഖമാണോ? സന്തോഷമാണ്. എന്താണ് സന്തോഷിക്കാനുള്ള കാരണം? സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം തന്ന രോഗത്തിൽ നിന്ന് വിടുതൽ തന്നു. എന്ത് രോഗമായിരുന്നു ഉള്ളത്? ക്യാൻസർ വന്നു. പിന്നെ ടൈഫോയിഡ് വന്നു. ഇന്നിപ്പോ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതും മാറ്റി ദൈവം കുറച്ച് തരിക. അതാണ് സന്തോഷിക്കാനുള്ള കാരണം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ സന്തോഷിക്കാനുള്ള കാരണം? പിന്നെ എനിക്ക് ചെറിയ ആരോഗ്യം തന്നിട്ടുണ്ട്. ചെറിയ ജോലി ചെയ്യാം. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് സന്തോഷമാണ് നടക്കുന്നു. ജീവിതത്തില് പിന്നെ മക്കൾ മുഖാന്തരം എന്തെങ്കിലും ദുഃഖം വന്നിട്ടുണ്ടോ? മക്കൾ മുഖാന്തരം ആദ്യം ദുഃഖം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് കെട്ടിക്കുന്നത്, എങ്ങനെയാണ് മോനെ പഠിപ്പിക്കുന്നത് എന്ന് ആശയില്ലായിരുന്നു. അതിനോട് കുറച്ചേറെ ബുദ്ധിമുട്ടി. ഇന്നത്തെ സാഹചര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. മക്കളെല്ലാവരും നല്ല നിലയിലെത്തി അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. നല്ല കാര്യം. ഭാര്യയുണ്ടോ? ഭാര്യയുണ്ട്. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പൊ സുഖമായിട്ടൊക്കെ. അപ്പം എവിടെയൊക്കെ യാത്ര ചെയ്യാനൊക്കെ താല്പര്യമുണ്ടോ? കൂടുതൽ യാത്ര ചെയ്യാൻ താല്പര്യമില്ല. ബുദ്ധിമുട്ടാണ്. അതോ വണ്ടിയിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ? യാത്രയിൽ താല്പര്യമില്ല. യാത്ര ചെയ്യാൻ താല്പര്യമില്ല. പള്ളികളിലൊക്കെ പോകാറുണ്ടോ? പള്ളിയില് നല്ല മാപ്പിളക്കാനെ 3 പ്രാവശ്യം പോകേ. ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകാറുണ്ടോ? കൂടാതെ വല്ലപ്പോഴും ഒക്കെ പോകും. കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ? എന്തൊക്കെ ചെയ്യും കൃഷി? ഇഞ്ചി, ചേന, കാച്ചിൽ, ചേമ്പ്, മഞ്ഞൾ, പയർ, പാവൽ, ഇത്രയൊക്കെ ഉള്ളു. ചേമ്പ് പറഞ്ഞല്ലോ. ഇതൊക്കെ കൊല്ല, ചീര, മുളക്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവിധമായ കാര്യങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക.
അപ്പൊ എല്ലാം കൃഷി ചെയ്യാനുള്ള താല്പര്യമൊക്കെ നല്ലപോലെ ഉണ്ട്. അവൻ അധ്വാനിച്ച് കൃഷി ചെയ്ത് അതിന്റെ ഫലങ്ങൾ എടുത്ത് വിൽക്കുകയൊക്കെ ചെയ്യുമോ അതോ വീട്ടിലേക്ക് ഉപയോഗിക്കുമോ? വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലപോലെ പൈസയൊക്കെ കിട്ടുമല്ലോ. അതെന്താ പൈസ കിട്ടാതിരിക്കാൻ എന്തുവാ? കപ്പ കണ്ടു വയ്ക്കാൻ ആർക്കും ഇല്ല, വേണ്ട കിടക്കില്ല. ആർക്കും വേണ്ട കപ്പ, വേണമെങ്കിൽ പോട്ടെ. വലിയ കപ്പയായി പോയിട്ട് ഞാൻ ചെയ്യാലോ. ഞാനൊന്നും വളം ചെയ്തതല്ല വലിയ കപ്പ. ദൈവം തന്നപ്പോൾ അത് തന്നു, പക്ഷെ ആർക്കും വേണ്ട. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോൾ 84 കഴിഞ്ഞ് 85 നടപ്പാണ്. 85 ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി ദൈവം ഒരു 100 വർഷം കൂടി ഇരിക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശരി. ഉള്ള ആയുസ് ദൈവം തരുന്ന തരയും. ശരി.